Good morning, dear students. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ? നമുക്ക് മാത്സ് പഠിച്ച് തുടങ്ങാനോ ഇന്ന്? നമ്മൾ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്ന സെക്കൻഡ് ചാപ്റ്റർ ആണ് മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നമുക്ക് ഇന്ന് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്ന ചാപ്റ്റർ റിവിഷൻ ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്ന ചാപ്റ്ററിൽ ഫാക്ടറും പ്രൈം ഫാക്ടറിനെ കുറിച്ചൊക്കെയാണ് പഠിച്ചല്ലേ? എന്തായിരുന്നു പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ വിച്ച് ആർ പ്രൈം ആർ കാൾഡ് പ്രൈം ഫാക്ടർ. പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ഫാക്ടർ നമ്പേഴ്സിന്റെ പ്രൈം ആയിട്ട് വരുന്നിട്ടുള്ള നമ്പേഴ്സ് ആണ് എന്ത് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ? അതിൽ ഫാക്ടർ 3 കണ്ടോ? ഫാക്ടർ 3 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും ഫാക്ടർ 3 ഒക്കെ പഠിക്കണം എക്സാമിന് വേണ്ടി കേട്ടോ. ടീച്ചർ ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്തിട്ട് തരാം. 48. നമുക്ക് 24 എത്ര വെച്ച് ചെയ്യാൻ പറ്റും? 24 2 വെച്ച് ചെയ്യൂടെ? 2 1 2s are 2 1 എഴുതി. 2 2s are എത്ര? 2 2s are 4. ഇനി നമുക്ക് 12 എത്ര വെച്ച് ചെയ്യാൻ പറ്റും? 12 2 വെച്ച് ചെയ്യാലോ? 2 നോക്കിക്കേ. 6 2s are എത്രയാണ്? 6 2s are 12. നോക്കി 6 നെ നമുക്ക് 2 വെച്ച് ചെയ്യാലോ? 3 2s are എത്രയാണ്? 3 2s are 6. അപ്പോൾ നമ്മൾ ഫാക്ടറി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 48 നമ്മൾ എത്ര വെച്ച് ചെയ്ത്? 2 വെച്ച് ചെയ്തില്ലേ? 2 2s are 4. ഇവിടെ എത്ര എഴുതി? 2 എഴുതി. ഇവിടെ 8 നാട്ട് എത്ര 2 വരുന്നുണ്ട്? 4 2s are 8. ഈ 24 നമുക്ക് 2 വെച്ച് ചെയ്യാലോ? 2 2s are 24 നമുക്ക് 2 വെച്ച് ചെയ്യാലോ? 1 2s are എത്ര? 2 1 എഴുതി. 2 2s are എത്രയാണ്? 2 2s are 4 2 എഴുതാം. ഇനി 12 നെ നമുക്ക് 2 വെച്ച് ചെയ്യൂടെ? 6 2s are എത്രയാണ്? 6 2s are 12. ഇനി നമുക്ക് 6 നെ 2 വെച്ച് ചെയ്യാലോ? 3 2s are എത്രയാണ്? 3 2s are 6. ഫാക്ടറിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഓർ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. നോക്കിക്കേ, HCF കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. HCF കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും. ഫൈൻഡ് ദി HCF ഓഫ് 20 40 ആൻഡ് 60. 20 40 60യുടെ HCF കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഫസ്റ്റ് 20 എഴുതണം. 20 2 വെച്ച് ചെയ്യാലോ? 1 2s are 2. 2 നെ നമുക്ക് 10 വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ? 5 2s are എത്ര? 5 2s are 10. അടുത്ത നമ്പർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 40 അല്ലേ? 40 40 2 വെച്ച് ചെയ്യാലോ? 2 2s are 4. 0 അതേപോലെ താഴെ എഴുതുന്നല്ലേ? 2 നോക്കിക്കേ, 1 2s are 2. 0 അതേപോലെ താഴെ എഴുതുന്നല്ലേ? 2 നെ ടേബിൾ വെച്ച് സെറ്റ് ചെയ്യാലോ? 5 2s are എത്ര? 5 2s are 10. അടുത്ത നമ്പർ എത്ര? 60 അല്ലേ? 60 നമുക്ക് 2 വെച്ച് ചെയ്യാലോ? 3 2s are എത്രയാണ്? 6. 1 2s are 2. ഇവിടെ 1 റിമൈൻ ഉണ്ടല്ലോ, അങ്ങോട്ട് വയ്ക്കുമ്പോ 10 ആവും അല്ലേ? 5 2s are 10. നമുക്ക് 3 വെച്ച് ചെയ്യാലോ? 5 3s are എത്രയാണ്? 15. ഇനി 20യുടെ 40യുടെ 50യുടെ പ്രൈം ഫാക്ടേഴ്സ് എടുക്കണം. പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് എങ്ങനെ ചെയ്യാം? 20 നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 2 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 2 into 5
2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 5 into 2. 60 നോക്കിക്കേ. 2 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? നോക്കിക്കേ, കോമൺ ആയിട്ട് വരുന്ന പ്രൈം ഫാക്ടേഴ്സ് ചെയ്യണം നമ്മള് ഒരു ബോക്സിൽ എഴുതണം അല്ലേ? ഇവിടെ കോമൺ ആയിട്ട് ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ആണ് വരുന്നത്? 2 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 5 വരുന്നുണ്ട് അല്ലേ? H is here for H is here എങ്ങനെയാ? H is here for 20, 40 and 60 എത്ര വരും? 2. ഈ കോമൺ ആയിട്ട് വന്ന ഈ 2 ഇവിടെ കോമൺ ആയിട്ട് 2 വന്നിട്ട് ഇൻറ്റു ഈ കോമൺ ആയിട്ട് വന്ന 5. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 20 യുടെ 40 യുടെ 60 യുടെ H is here കിട്ടും അല്ലേ? 2 into 2 എത്ര? 2 is 4. 4 into 5 എത്ര? 4 into 5 20. ആൻസർ എത്രയാണ്? 20. നെക്സ്റ്റ് നോക്കിക്കേ, കൊടുത്തിരിക്കുന്നത് എൽസിഎം ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 125, 625, 1000. ഈ നമ്പേഴ്സിന്റെ എൽസിഎം കണ്ടുപിടിക്കാം. $125, $625, $1,000. നോക്കിക്കേ, 5 വെച്ച് ചെയ്യാലോ നമുക്ക്. 5 2s എത്ര? 5 2s 10 അല്ലേ? ബാക്കി റിമൈനിങ് 2 ഇവിടെ വെച്ചില്ലേ? വീണ്ടും ഇങ്ങോട്ട് ആകുമ്പോൾ 25 ആവും അല്ലേ? 5 5s എത്ര? 25. ഓക്കേ, 1 5s എത്ര? 5. റിമൈനിങ് 16 ഒന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 12 ആവും അല്ലേ? 5 2s എത്ര? 10. 10 അല്ലേ നമ്മൾ തന്നത്? പിന്നെ ഇവിടെ റിമൈനിങ് 2 വന്നില്ലേ? അത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 25. 5 5s എത്ര? 25. 5 2s എത്രയാണ്? 10. 5 2s 10. ഇതാണ് 0. താഴെ അതേപോലെ എഴുതാം. ഇനി നമുക്ക് 5 വെച്ച് ചെയ്യാലോ. 5 5s എത്രയാണ്? 5 5s 25. 5 2s എത്രയാണ്? 5 2s 10. 2 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 25 ആയില്ലേ? 5 5s എത്ര? 25. 5 4s എത്രയാണ്? 5 4s 20. 0 താഴെ. ഇനി നമുക്ക് 5 വെച്ച് ചെയ്യാലോ. 1 5s 5. 5 5s 25. 8 5s 40. ഇനി നമ്മൾ എന്ത് വേണം? നമ്മൾ എൽസിഎം കണ്ടുപിടിക്കേ. ഈ പ്രൈം ഫാക്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. 5 into 5 into 5 into 5 into 8. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? ഇത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 5 ഉണ്ട്. 5 into 5 into 5 into 5 into 5 into 8. 5 into 8. നോക്കിയേ, 5 5s എത്ര? 25 വരും അല്ലേ? 25 into 5 എത്ര? 125 വരും അല്ലേ? 125 into 5 എത്ര? 625 വരും അല്ലേ? 625 into 8 എത്ര? ചെയ്തു നോക്കാം. 5 8s 40. 4 remainder. 8 2s 16. 16 plus 4 എത്ര? 20. 2 remainder. 6 8s എത്ര? 42. Six 8s എത്രയാണ്? 6 8s 48.
48ന്റെ രണ്ടും കൂടെ എത്രയാണ്? 50. അപ്പൊ LCM എത്രയാണ്? 5000. 125ന്റെ 625ന്റെ 1000ന്റെ LCM എത്രയാണ്? 5000. ഇനി പ്രോപ്പർട്ടി ഓഫ് GCD LCM നെ കുറിച്ച് പറഞ്ഞില്ലേ? എങ്ങനെയാണ് പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്? HCF into LCM. LCM ഉം HCF കൂടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ? LCM കൂടി മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കിട്ടും അല്ലേ? നോക്കിക്കേ, the HCF and LCM of two numbers are 4 and 48 respectively. One of the number is 60. Find the other. നോക്കിക്കേ, the simple exercise 2 നോക്കിക്കേ, the HCF and the LCM of two numbers are 4 and 48 respectively. One of the number is 60. Find the other. എത്രയാണ് HCF? HCF 4. LCM എത്രയാണ്? 48. ഫസ്റ്റ് നമ്പർ എത്രയാണ്? ഫസ്റ്റ് നമ്പർ 60. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കണം. സെക്കൻഡ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. സെക്കൻഡ് നമ്പർ നമ്മൾ എന്തായിട്ട് സങ്കല്പിക്കുന്നത്? എക്സ് ആയിട്ട് സങ്കല്പിക്കും. ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കാണുന്നത് എങ്ങനെയാ? പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? HCF into LCM അല്ലേ? ഇവിടെ ഫസ്റ്റ് നമ്പർ എത്രയാണ്? 16. സെക്കൻഡ് നമ്പർ നമുക്ക് അറിയാമോ? ഇല്ല. നമ്മൾ എന്തായിട്ട് സങ്കല്പിക്കുന്നത്? എക്സ് ആയിട്ട് സങ്കല്പിക്കുന്നത്. സെക്കൻഡ് നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. HCF എത്രയാണ്? 4. LCM എത്രയാണ്? 48. 4 to 48 ചെയ്ത് നോക്കിക്കേ. 8 4 ആണ് എത്ര വരുന്നത്? 32. 4 4 ആണ് എത്രയാണ്? 4 4 are 16. 16 plus 3 എത്രയാണ്? 192. ഇനി നമ്മൾ എന്താണ് സെക്കൻഡ് നമ്പർ ആണ് കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് നമ്പർ എന്താണ്? സെക്കൻഡ് നമ്പർ എക്സ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് നമ്പറിൽ കണ്ടുപിടിക്കാനുള്ളത്. സെക്കൻഡ് നമ്പർ നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിച്ചു. നോക്കിക്കേ, ഈ 16 എന്ത് വേണം? ഇവിടെ കൊണ്ടുവന്ന് 192 കൂടെ ഡിവൈഡ് ചെയ്യണം. 192 ഡിവൈഡഡ് ബൈ 16. ഇങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക്. എക്സ് 192 ഡിവൈഡഡ് ബൈ 16. ഓക്കേ, നമുക്ക് 2 വെച്ച് ചെയ്യാലോ. 8 2 എത്രയാണ്? 8 2 എത്രയാണ്? 8 2 16. 9 2 എത്രയാണ്? 18. 6 2 എത്രയാണ്? 6 2 12. ഇനി നമുക്ക് 8 2 വെച്ച് ചെയ്യാലോ. 4 2 എത്രയാണ്? 4 2 8. 8 നമ്മൾ വെട്ടി 4 എഴുതി. ഇവിടെ നമുക്ക് 2 വെച്ച് ചെയ്യാലോ. 4 2 എത്രയാണ്? 4 2 8. 1 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എത്ര? 15 ആവുന്നല്ലേ? 8 2 എത്രയാണ്? 15. ഇനി നമുക്ക് ഇവിടെ 2 വെച്ച് ചെയ്യാലോ. 2 2 എത്രയാണ്? 2 2 4. ഇവിടെ നമുക്ക് 2 വെച്ച് ചെയ്യാലോ. 2 2 4. 4 2 എത്രയാണ്? 4 2 8. 1 2 2. ഇവിടെ എത്ര എഴുതി? നമ്മൾ 1 എഴുതി. ഇവിടെ 1 2 1 എഴുതി. 2 2 എത്രയാണ്? 4. ആൻസർ എത്ര കിട്ടി? 12 കിട്ടിയില്ലേ? അപ്പൊ സെക്കൻഡ് നമ്പർ എത്രയാണ്? 12. സെക്കൻഡ് നമ്പർ എത്രയാണ്? 12. The product of the next question നോക്കിക്കേ. The product of the two numbers is next question നോക്കിക്കേ.
The product of two numbers is 250 and their HCF is 5. Find their LCM. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? എത്ര? 250. അതിൽ HCF എത്രയാണ്? 5. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം അല്ലേ? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എത്രയാണ്? പ്രോഡക്റ്റ് എത്രയാണ്? 250. HCF എത്രയാണ്? HCF 5. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം അല്ലേ? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാണ്? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് HCF into LCM ആണ് അല്ലേ? HCF into LCM. HCF into LCM ആണ് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലേ? ഇവിടെ എന്താണ്? നമുക്ക് രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. എത്ര? 250. HCF എത്രയാണ്? 5 ആണ് തന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? HCF നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം അല്ലേ? HCF എത്രയാണ്? Product of the two numbers കാണുന്ന ഇക്വേഷൻ എന്താണ്? HCF into LCM അല്ലേ? Product of the two numbers ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 250 അല്ലേ? 250 ആണ്. HCF എത്രയാണ്? 5 into LCM. LCM നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? ഈ 250യെ നമ്മൾ HCF കൊണ്ട് ഡിവിഷൻ നടത്തുമ്പോൾ എന്ത് കിട്ടും? LCM കിട്ടും. LCM കിട്ടണമെങ്കിൽ എന്ത് വേണം? Product of two numbers divided by HCF. Product of the two numbers divided by HCF ചെയ്യുമ്പോൾ എന്ത് കിട്ടും? LCM കിട്ടും അല്ലേ? LCM നോക്കിക്കേ, 250യെ എന്തുകൊണ്ട് ചെയ്യണം? നമ്മൾ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5ന്റെ ടേബിൾ 5 എത്ര വട്ടം വരുന്നത്? 1 5s are 5. 5ന്റെ ടേബിൾ 25 എത്ര വട്ടം വരുന്നത്? 5 5s are 25. LCM എത്രയാണ്? 50. LCM എത്രയാണ്? 50. അതായത് LCM കണ്ടുപിടിക്കാൻ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് തന്നാൽ, HCF തന്നാൽ LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കാൻ പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ HCF. ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എത്രയാണ്? 250. HCF എത്രയാണ്? 5. അപ്പൊ 250യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50. നോക്കിക്കേ, ഇങ്ങനെ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 250യെ 5 വെച്ച് 5 5s എത്രയാണ്? 25. കണ്ട ഈ 0 എന്ത് ചെയ്യും? മേലോട്ട് നമ്മൾ എഴുതി. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിക്കേ, വേർഡ് പ്രോബ്ലം. ഫൈൻഡ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ് 42 and 56 വിതൗട്ട് എ റിമൈൻഡർ. റിമൈൻഡർ ഒന്നും തന്നെ വരാതെ 42നെ 56നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ദ ഗ്രേറ്റസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ഡിവൈഡ് 42 and 56 വിത്തൗട്ട് റിമൈൻഡർ ഈസ് ദ HCF of 42 and 56. 42ന്റെയും 56ന്റെയും HCF തന്നെയാണ് 42നെ 56നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ്? 42നെയും അതുപോലെ 56നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ, അതായത് റിമൈൻഡർ ഒന്നും തന്നെ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ എന്താണ്? 42ന്റെയും 56ന്റെയും HCF തന്നെയാണ്. 42ന്റെ നോക്കിക്കേ, 42 നമുക്ക് 2 വെച്ചിട്ട് ഇവിടെ 2 സാർ എത്രയാണ്? 4. 1 2 സാർ 2. നമ്മൾ എത്ര എഴുതി? 1 എഴുതി. ഇനി നമുക്ക് 3 വെച്ച് ചെയ്യാലോ? 3 7 സാർ എത്രയാണ്? 21. നെക്സ്റ്റ് നമ്പർ ഏതാണ് വന്നിരിക്കുന്നത്? 56 അല്ലേ? 2 2 സാർ എത്രയാണ്? 2 2 സാർ 4. റിമൈൻഡർ 1 കൊണ്ട് ചേർക്കുമ്പോൾ 15 ആകുമല്ലേ? 8 2 സാർ എത്രയാണ്? 8 2 സാർ 15. വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാലോ?
4 എഴുതി. ഇനി നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാലോ. 7 2s are എത്രയാണ്? 7 2s are 14. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത്രേ ചെയ്യാൻ പറ്റില്ല. ഈ 7 എഴുതുന്ന നമ്പർ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മള് 7 വരെ ചെയ്തു. അപ്പൊ നമ്മള് ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് എടുത്തെഴുതാം. നോക്കിക്കേ, 42-ൻ്റെത് 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 56-ന്റെ നോക്കിക്കേ, 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്. ഇവിടെ കോമൺ ആയിട്ട് 42-ന് 56-ന് വേറൊക്കെ പ്രൈം ഫാക്ടേഴ്സ് വരുന്നുണ്ട്. 42-ന് 56-ന് കോമൺ ആയിട്ട് പ്രൈം ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബോക്സിലാക്കും. എനിക്ക് 2 കോമൺ ആയിട്ട് വരുന്നുണ്ടല്ലോ. പിന്നെ 3 2 കൂടി കോമൺ ആയിട്ട് വരുമോ? ഇല്ല. ഈ 7 2 കൂടി വരുമോ? ഇല്ല. എന്നാൽ ഈ 7 7 കൂടി കോമൺ ആയിട്ട് വരുന്നില്ലേ? ഇവിടെ ഈ 7 എന്ത് ചെയ്ത് ഒരു ബോക്സിൽ ആക്കി. നോക്കി, അപ്പൊ എന്ത് ചെയ്യും? ഈ HCF കണ്ടുപിടിക്കാൻ ഈ കോമൺ ആയിട്ട് വന്നിട്ടുള്ള 42-ന്റെയും 56-ന്റെയും കോമൺ ആയിട്ട് വന്നിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ HCF കിട്ടും. HCF കോമൺ ആയിട്ട് എന്ത് വന്ന്? 2 വന്നല്ലേ? പിന്നെ കോമൺ ആയിട്ട് എന്ത് വന്ന്? 2 into 7 വന്നല്ലേ? 2 കോമൺ ആയിട്ട് വന്ന് 7 കോമൺ ആയിട്ട് വന്നല്ലേ? 2 7 ആണ് എന്ത് കോമൺ ആയിട്ട് വന്നത്. 42-ന്റെയും 56-ന്റെയും കോമൺ ആയിട്ട് വന്നിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2-ഉം 7-ഉം. നമ്മള് HCF കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ കോമൺ ആയിട്ട് വന്നിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നോക്കിക്കേ, 2 into 7. 2 into 7 എത്രയാണ്? 14. ആൻസർ എത്രയാണ്? 14. ആൻസർ എത്ര വന്ന്? 14. നോക്കിക്കേ, നെക്സ്റ്റ് ഒരു എക്സാമ്പിള്. ഫൈൻഡ് ദി സ്മാളസ്റ്റ് നമ്പർ which when divided by 24 and 20 leaves no remainder. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? 24-നെയും 20-യെയും റിമൈൻഡർ ഒന്നും തന്നെ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 24-നെയും 20-യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ, റിമൈൻഡർ ഒന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മാളസ്റ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? The smallest number which when divided by 24 and 20 leaves no remainder is the LCM of 24 and 20. അതായത് 24-നെയും 20-യെയും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും തന്നെ വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 24-ന്റെയും 20-യുടെയും LCM ആണ്. എന്താണ്? 24-ന്റെയും അതുപോലെ 20-യുടെയും LCM തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 24-നെയും 20-യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. 24 20. നോക്കിക്കേ, 24-നെയും 20 നമുക്ക് എത്ര വെച്ച് ചെയ്യാം? 2 വെച്ച് ചെയ്യാം അല്ലേ? 1 2s are 2. 2 2s are എത്ര? 4. 1 2s are 2. 1 എഴുതാം നമുക്ക്. 0 അതേപോലെ ഹാഫ് എഴുതും. 2 വെച്ച് ചെയ്യാലോ. 2-ന്റെ ടേബിളിൽ പറഞ്ഞേ ടോട്ടൽ എത്ര വരും? 6 2s are എത്ര? 12 അല്ലേ? 5 2s are 10. ഇനി നമുക്ക് ചെയ്തു പോകാൻ പറ്റും ഏതെങ്കിലും കോമൺ ആയിട്ട് എടുത്ത് പ്രൈം ഫാക്ടർ? ഇല്ല. ഇത്രയും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? വേറെ ഒരു കോമൺ ആയിട്ട് നമ്പർ വരുന്നുണ്ടോ പ്രൈം ഫാക്ടർ? ഇല്ല. നമുക്കപ്പം 24-നെയും 20-യുടെയും LCM ചെയ്യാം. LCM എത്രയാണ്? 2 into 2 into 6 into 5. എത്ര കിട്ടും? 2 2s are എത്രയാണ്? 2 2s are 4. 4 6 are എത്രയാണ്? 24. 24 into 5 എത്ര? 24 into 5 ചെയ്ത് നോക്കിക്കേ. 120. 120 ആണ് ആൻസർ. LCM എത്രയാണ്? 24-ന്റെയും 20-യുടെയും LCM എത്രയാണ്? 120.
120 ആണ് 24ന്റെയും 20യുടെയും LCM എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ പ്രധാനമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയാണ്? ഫാക്ടറി നോക്കണം എല്ലാവരും. പിന്നെ എങ്ങനെ HCF കൺഫൈൻഡ് HCF നോക്കണം. ഈ ചാപ്റ്റർ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഫാക്ടറി എല്ലാവരും പഠിക്കണം എക്സാമിന് വേണ്ടി. പിന്നെ HCF കണ്ടുപിടിക്കുന്നത് പഠിക്കുക. LCM നോക്കണം, LCM കണ്ടുപിടിക്കുന്നത്. പിന്നെ LCMഉം അതുപോലെ HCFഉം തന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു നമ്പറും തന്നു കഴിഞ്ഞാൽ അടുത്ത നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും അത് എല്ലാവരും പഠിക്കുക. പിന്നെ ഗ്രേറ്റസ്റ്റ് നമ്പർ, രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും തന്നെ വരാതെ ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ, ആ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കണം. പിന്നെ രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വരാത്ത ഏറ്റവും സ്മാളസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മാളസ്റ്റ് നമ്പർ ഏതാണെന്ന് അതും എല്ലാവരും നോക്കുക. ഇതൊക്കെ ഈ ചാപ്റ്റർ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എല്ലാവർക്കും എല്ലാം മനസ്സിലായ പ്രോബ്ലംസ് ഒക്കെ? നമുക്ക് എല്ലാവർക്കും ഇത്രയും ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കിപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇത് നിൽക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. അപ്പൊ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മള് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് തിരികെയാണ്. ഇനി നമുക്ക് എക്സാം കഴിഞ്ഞിട്ടുള്ളൂ കമ്പ്യൂട്ടറിന്റെ ക്ലാസ്. അപ്പൊ നമ്മുടെ ടീച്ചർ എവിടെ വരെയാണോ പഠിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അവിടെ വരെ മാത്രമേ നമുക്ക് എന്ത് കാണത്തുള്ളൂ? എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണത്തുള്ളൂ കേട്ടോ. ടീച്ചർ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ടീച്ചർ എവിടെ വരെയാണോ പഠിപ്പിച്ചു നിർത്തിയത് ആ ഒരു പോർഷൻസ് വരെ എന്ത് കാണുകയുള്ളൂ? എക്സാമിന് കാണുകയുള്ളൂ കേട്ടോ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ തീർന്നില്ലല്ലോ. സെക്കൻഡ് ചാപ്റ്ററിൽ ഇനി പഠിപ്പിക്കാനുണ്ട്. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ ഡയഗ്രാമിൽ കൊടുത്തേക്കുന്നല്ലോ, അങ്ങനൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കരുത്. നമ്മൾ ടീച്ചർ എവിടെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് കാണുകയുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം? ടീച്ചർ എവിടെ വരെ പഠിപ്പിച്ചോ ആ ഒരു പോർഷൻസ് ടെക്സ്റ്റ് റീഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ സെക്കൻഡ് ചാപ്റ്റർ ടീച്ചർ പേജ് നമ്പർ 22 വരെയാണ് എക്സാമിന് നമുക്ക് പോർഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പേജ് നമ്പർ സെക്കൻഡ് ചാപ്റ്ററിലെ പേജ് നമ്പർ 22 വരെയാണ് നമുക്ക് എക്സാമിനുള്ളൂ. അങ്ങോട്ടുള്ള പോർഷൻസ് എന്താണ് നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിലെ, അതായത് എക്സാം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലെ ടീച്ചർ പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുവരെയുള്ള പോർഷൻസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മൂവിങ് ആൻഡ് സെലക്ടിങ് ടെക്സ്റ്റ് ആണ് നമ്മള് പഠിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സേവിങ് ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് സേവ് ചെയ്തത്, ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്, ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇതാണ് ഇതിനൊരു കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സേവിങ് ഡോക്യുമെന്റ് ആണ്. എന്താണ് സേവിങ് ഡോക്യുമെന്റ്? ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സേവിങ് ഡോക്യുമെന്റ് ആണ്. എങ്ങനെയാണ് ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നോക്കി, ക്ലിക്ക് ഓൺ ഫയൽ മെനു. ആദ്യം എന്ത് ചെയ്യാം? ഫയൽ മെനു എടുക്കുക, ഫയൽ എടുക്കുക അല്ലെ. ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്യാം? ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? അവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അപ്പൊ സേവ് എന്ന ഓപ്ഷൻ കാണിക്കുമ്പോൾ എന്ത് ചെയ്യാം? സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് കാണിക്കും? സേവ് ആസ് ഡയലോഗ് ബോക്സ് appears and then select the locations where the document needs to be stored. അപ്പൊ സേവ് ആസ് എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും? നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയലിന് നമ്മളൊരു നെയിം ഇട്ട് അല്ലെ, നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ എന്താണ് ആ ഫയലിന് ഒരു പേരിട്ടിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫയൽ നെയിം അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അത് ഏത് ഡോക്യുമെന്റ് എവിടെയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഫയലിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടൈപ്പ് എ നെയിം ഫോർ ഡോക്യുമെന്റ് ഇൻ ഫയൽ നെയിം. ഫയൽ നെയിമിൽ എന്ത് ചെയ്യുക? ഡോക്യുമെന്റിന്റെ പേര് കൊടുക്കുക. അപ്പൊ കുറച്ച് കുട്ടികളുടെ 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരാണ്. അപ്പൊ എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഫയൽ നമ്മൾ എന്ത് ചെയ്യുക? ഫയലിൽ പേര് കൊടുക്കും അല്ലെ. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയലിൽ ഒരു പേര് കൊടുക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? പേര് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്യുക. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നത് പഠിച്ചു. ആദ്യം നമ്മള് ഫയൽ എടുക്കുക. ഫയൽ എന്തെടുക്കുക? സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും?
save as dialog box appears and then select the locations where the document needs to be stored. അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമുക്ക് കാണാം അല്ലേ? അതിൽ എന്ത് ചെയ്യുക, നമ്മള് ഫയൽ നെയിം കൊടുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മള് ഡോക്യുമെന്റ് അവിടെ സേവ് ചെയ്യുക. മനസ്സിലായോ എങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫയൽ എടുക്കുക, ഫയലിൽ നിന്ന് സേവ് എടുക്കുക, സേവിൽ നിന്ന് എവിടെ പോകണം, സേവ് ആസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു ലൊക്കേഷൻ കാണും. ആ ലൊക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുക, ഫയൽ നെയിം സെലക്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഡോക്യുമെന്റ് അവിടെ നമുക്ക് സേവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ മനസ്സിലായോ? ഏതൊക്കെ സ്റ്റെപ്പാണ് മനസ്സിലായോ? 5 സ്റ്റെപ്പാണുള്ളത്. ആദ്യം എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ഫയൽ മെനു, ദെൻ ക്ലിക്ക് സേവ് കമാൻഡ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, സേവ് ആസ് ഡയലോഗ് ബോക്സ് അപ്പിയർസ് ആൻഡ് ദെൻ സെലക്ട് ലൊക്കേഷൻസ് വേർ ദി ഡോക്യുമെന്റ് നീഡ്സ് ടു ബി സ്റ്റോർഡ്. അഞ്ചാമത്തെ എന്താണ്, ടൈപ്പ് എ നെയിം ഫോർ എ ഡോക്യുമെന്റ് ഇൻ എ ഫയൽ നെയിം ടെക്സ്റ്റ് ബോക്സ്. അഞ്ചാമത്തെ ഓപ്ഷൻ എന്താണ്, ക്ലിക്ക് സേവ് ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് ബട്ടണിൽ അത് സേവ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? ഫസ്റ്റ് ഫയൽ എടുക്കുക, ഫയലിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക, സേവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആസ് എടുക്കുക. അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് കാണാം. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഫയൽ നെയിം കൊടുക്കാനുള്ള സ്ഥലം കാണാം. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, സേവ് ബട്ടൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ആ ഫയൽ നമുക്ക് സേവ് ആകും. മനസ്സിലായത് എങ്ങനെയാണ്? നെക്സ്റ്റ് നോക്കി, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഓപ്പണിംഗ് എ ഡോക്യുമെന്റ്. എന്താണ്, ഓപ്പണിംഗ് എ ഡോക്യുമെന്റ്. ഓപ്പണിംഗ് എ ഡോക്യുമെന്റ്. അപ്പൊ നമ്മള് ഫയൽ സേവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഏതാണ്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇല്ലേ? നമുക്ക് ആ ഡോക്യുമെന്റ് ആവശ്യമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഓപ്പൺ ചെയ്യണം. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഫയൽ എടുക്കുക, എന്തെടുക്കുക, ഫയൽ ക്ലിക്ക് ചെയ്യുക, ദെൻ നോക്കി, ദെൻ ക്ലിക്ക് ഓപ്പൺ കമാൻഡ് ടു ഹിസ്റ്ററി ദ ഓപ്പൺ ഡയലോഗ് ബോക്സ്. അതായത് എന്താണ്, ഓപ്പൺ ഡയലോഗ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്താണ്, ഓപ്പൺ കമാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ഫയൽ എടുക്കുക, അതിൽ എന്ത് ചെയ്യുക, ഓപ്പൺ ഡയലോഗ് എന്നൊരു ബോക്സ് കാണാം. ഓപ്പൺ ഡയലോഗിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം, ഓപ്പൺ കമാൻഡ് നമ്മൾ എടുക്കണം. ഓപ്പൺ കമാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ഓപ്പൺ ഡയലോഗ് ബോക്സ് സെലക്ട് ദ ഡോക്യുമെന്റ് യു വാണ്ട് ടു ഓപ്പൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഡോക്യുമെന്റുകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഏതോ ഡോക്യുമെന്റ് ആണോ ആവശ്യം, ആ ഡോക്യുമെന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് അപ്പം 3 സ്റ്റെപ്പുകളാണ് ഒരു ഫയൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനായിട്ട്. 3 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് ക്ലിക്ക് ഫയൽ മെനു എടുക്കുക, പിന്നെ നോക്കി ക്ലിക്ക് ഓപ്പൺ കമാൻഡ് ടു ഡിസ്പ്ലേ the open dialog box. Next നോക്കി, then click open command to display the open dialog box. അതായത് ഓപ്പൺ ഡയലോഗ് ബോക്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നല്ലേ, നമുക്ക് ഓപ്പൺ ഡയലോഗ് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിലെന്താണ് ഓപ്പൺ കമാൻഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഓപ്പൺ കമാൻഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഡോക്യുമെന്റിൽ ഏത് ഡോക്യുമെന്റ് ആണോ നമുക്ക് ആവശ്യം, ആ ഡോക്യുമെന്റ് ചെന്നിട്ട് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഇൻ ദ ഓപ്പൺ ഡയലോഗ് ബോക്സ് സെലക്ട് എ ഡോക്യുമെന്റ് യു വാണ്ട് ടു ഓപ്പൺ. അല്ലേ, നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണോ ഓപ്പൺ ചെയ്യേണ്ടത് ആ ഡോക്യുമെന്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ 3 സ്റ്റെപ്പുകളാണ്. ആദ്യം ഫയൽ മെനുവിൽ പോവുക, ഫയലിൽ നിന്ന് എവിടേക്ക് പോകണം, ഓപ്പൺ ഡയലോഗ് ബോക്സിൽ നിന്ന് എന്തെടുക്കണം, ഓപ്പൺ കമാൻഡ് എടുക്കണം. ഓപ്പൺ ഡയലോഗ് ബോക്സിൽ നിന്ന് ഓപ്പൺ കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റുകൾ കാണാൻ സാധിക്കും. ആ ഡോക്യുമെന്റിൽ നിന്ന് നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണോ ആവശ്യം ആ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് മനസ്സിലായി. എന്താണ് അടുത്ത ഈ കൊടുത്തിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് അല്ല, എന്ത് ചെയ്യാം, നമുക്ക് അത് പഠിക്കണ്ട. ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഒരു ഫയല്, ഇനി എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചത് സേവിംഗ് ഡോക്യുമെന്റ് പഠിച്ചു, ഓപ്പണിംഗ് ഡോക്യുമെന്റ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസിംഗ് ഡോക്യുമെന്റ് ആണ്. ക്ലോസിംഗ്, ഡോക്യുമെന്റ്.
ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഫയല് ക്ലോസ് ചെയ്തത്? A Word document can be closed in any of the following 3 methods. എത്ര മെത്തേഡ് ഉണ്ട്? 3 മെത്തേഡുകളാണ് ഉള്ളത്. നോക്കിയേ, ക്ലിക്ക് ദ ഫയൽ ടാബ് ആൻഡ് സെലക്ട് എക്സിസ്റ്റ് ഓപ്ഷൻ. അല്ലേ, ആദ്യം നമ്മൾ ഫയലിൽ നിന്ന് എന്ത് ചെയ്യാം? എക്സിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ക്ലിക്ക് ദ ഫയൽ ടാബ് ആൻഡ് ചൂസ് ദ ക്ലോസ് ഓപ്ഷൻ. എന്ത് ചെയ്യാം? ഫയൽ ടാബിൽ നിന്ന് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കിയേ, click the close option the right corner of the document. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ വഴികളാണ്? 3 വഴികളാണുള്ളത്, 3 ways ആണുള്ളത്, 3 methods ആണുള്ളത്. ഏതൊക്കെയാണ്? Click the file tab and select exist option, or click the file tab and choose the close option. Click close option. Click the close option on the right corner of the document. ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഡോക്യുമെന്റ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എക്സാമിന് ഈ ഒരു ക്ലോസിംഗ് ഡോക്യുമെന്റ് വരെയാണ് നമുക്ക് എക്സാമിനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് നമ്മൾ പഠിപ്പിച്ച ഭാഗവുമായിട്ടുള്ള ടെക്സ്റ്റ് വർക്കുകളെ ടീച്ചർ ഇപ്പൊ ക്ലാസ്സിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാ ടെക്സ്റ്റ് വർക്കും നമുക്കിപ്പോ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് വർക്കുള്ള പേജ് നമ്പർ 13 എടുത്തെല്ലാവരും 13. ഇപ്പം ക്വസ്റ്റ്യൻ ആൻസറിൽ ആദ്യത്തെ 1ഉം 2ഉം ക്വസ്റ്റ്യൻ ടീച്ചർ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യാം? അതെല്ലാവരും പഠിക്കുക കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിൽ 1ഉം 2ഉം ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കി പോർഷൻ പഠിപ്പിച്ചിട്ട് നമുക്ക് തരാനായിട്ട് സാധിക്കും കേട്ടോ. ആദ്യത്തെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് വേർഡ് പ്രോസസ്സറും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫോം ആൻഡ് എൻഡ് കീ, അത് 2 ക്വസ്റ്റ്യൻ ആൻസറും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോക്കിയേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സില് 1, 4, 5 കേട്ടോ. 1ഉം 4ഉം 5ഉം മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോഴത്തെ എക്സാമിനായിട്ട് കേട്ടോ. ബാക്കിയുള്ളതെന്ന് വെച്ചാല് നമ്മൾ പഠിപ്പിക്കാത്ത ഭാഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലെ 1ഉം 4ഉം 5ഉം മാത്രമാണ് ടീച്ചർ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, the shortcut key dash is used to save a document. അല്ലേ, ഷോർട്ട്കട്ട് കീസില് ഏത് കീയാണ് നമ്മള് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഷോർട്ട്കട്ട് കീസിൽ ഏത് കീയാ ഉപയോഗിക്കുന്നത് പഠിച്ചു. നമ്മൾ പഠിച്ചില്ലേ, ഒരു ഏകദേശം ഒരു 20ഓളം നമ്മൾ എന്ത് പഠിച്ചു? ഷോർട്ട്കട്ട് കീസ് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ അതില് എന്താണ് നമ്മളൊരു ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട്കട്ട് കീ ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ക്ലാസ്സിൽ പറയുന്നത്. ഏതാണ്? കൺട്രോൾ കീ പ്ലസ് എസ്. അല്ലേ, ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഷോർട്ട്കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ കീ പ്ലസ് എസ്. ഏതാണ്? കൺട്രോൾ കീ പ്ലസ് എസ് എന്നുള്ളത് അവിടെ എഴുതുക കേട്ടോ. അപ്പൊ അവിടെ എഴുതുക. ഒന്നാമത്തെ ആൻസർ കൺട്രോൾ കീ പ്ലസ് എസ്. എസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീ എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ കീ പ്ലസ് എസ് എന്നുള്ളതാണ് കേട്ടോ. കൺട്രോൾ ഒന്നാമത്തെ ആൻസർ ആയിട്ട് എഴുതുക കൺട്രോൾ കീ പ്ലസ് എസ് എന്നുള്ളത് അവിടെ എഴുതുക. ഓക്കെ, കൺട്രോൾ കീ പ്ലസ് ഡാഷ് ടു delete the select portions from the document. നമ്മുടെ ഡോക്യുമെന്റിലെ ചില ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഷോർട്ട്കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത് പഠിച്ചേ? കൺട്രോൾ കീ പ്ലസ് ഏതാണ്? എക്സ്. ഏതാണ്? കൺട്രോൾ കീ പ്ലസ് എക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? അവിടെ കൺട്രോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യുക? കൺട്രോൾ പ്ലസ് എക്സ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ അവിടെ എഴുതുക എക്സ് എന്നുള്ളത് ഫില്ല് ചെയ്യുക. കൺട്രോൾ കീ പ്ലസ് എക്സ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ഒക്കെ പ്രസ് കൺട്രോൾ പ്ലസ് ഡാഷ് ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഷോർട്ട്കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ പ്ലസ് എൻ. ഇതാണ് കൺട്രോൾ കീ പ്ലസ് എൻ. കൺട്രോൾ കീ പ്ലസ് എൻ ആണ്. അതെന്ത് ചെയ്യുക? എൻ എന്നുള്ളത് ഫില്ല് ചെയ്യുക കേട്ടോ. കൺട്രോൾ കീ പ്ലസ് എൻ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അതെന്ത് ചെയ്യുക? അത് ഫില്ല് ചെയ്യുക. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് നമ്മള് ഷോർട്ട്കട്ട് കീസ് പഠിച്ചില്ലേ? 20 ഷോർട്ട്കട്ട് കീസ് നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിന്റെ കാര്യം ടീച്ചർ പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു 20ൽ പുറത്ത് ഷോർട്ട്കട്ട് കീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും നിർബന്ധമായിട്ട് ആ ഷോർട്ട്കട്ട് കീസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന്
പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചോദിക്കും. അത് പഠിപ്പിച്ച പോർഷൻ ആണ്. അപ്പൊ ഇതിപ്പോ ടെക്സ്റ്റിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇല്ല എങ്കിലും ആ ഷോർട്ട് കട്ട് കീസ് എല്ലാം എന്ത് ചെയ്യണം ഒന്ന് പഠിച്ചു. നെക്സ്റ്റ് ഓക്കെ, റൈറ്റ് ട്രൂ ഓർ ഫാൾസ് ആണ്. ഫസ്റ്റ് നോക്കി, പ്രസ് Control key plus C to cut a select portions of the text. Control key plus C to cut select portions of a text. എന്നാണ് പറഞ്ഞത്. കൺട്രോൾ കീ എന്തിനു യൂസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നേ? To cut a select portions of a text എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കി കൺട്രോൾ പ്ലസ് സി എന്തിനു ഉപയോഗിക്കുന്നത്? കോപ്പീസ് ആൻഡ് സെലക്ട് ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ്. കോപ്പി ചെയ്ത് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ കീ പ്ലസ് സി ഉപയോഗിക്കുന്നത്. കട്ട് എ സെലക്ടഡ് പോർഷൻസ് ഓഫ് എ ടെക്സ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ആൻസർ? തെറ്റാണ്. കൺട്രോൾ കീ പ്ലസ് സി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഒരു ഡോക്യുമെന്റ് കോപ്പി ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൺട്രോൾ കീ പ്ലസ് സി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? ആൻസർ ഫോൾസ് ആണ്. അവിടെ എന്ത് ചെയ്യുക? എഫ് എന്ന് എഴുതുക കേട്ടോ. ട്രൂ ഫാൾസിൽ ആദ്യത്തത് ഫോൾസ് ആണ്. രണ്ടാമത്തെ, the red button in the toolbar is used to perform the previous action. അതായത് റെഡ് ബട്ടൺ നമ്മൾ യൂസ് ചെയ്യുന്നത്, ടൂൾ ബാർ ഈസ് യൂസ്ഡ് ടു പെർഫോം ദ പ്രീവിയസ് ആക്ഷൻ. പ്രീവിയസ് ചെയ്തിരിക്കുന്ന പ്രവർത്തനം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റെഡ് ബട്ടൺ യൂസ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ പഠിച്ചതാണ്. റെഡ് ബട്ടൺ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രീവിയസ് മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? ട്രൂ എന്നുള്ള ആൻസർ അവിടെ എഴുതുക കേട്ടോ. അപ്പൊ അവിടെ എഴുതുക ട്രൂ എന്ന് എഴുതുക. നെക്സ്റ്റ് ഓക്കെ, Control plus F shortcut keys is used to go to the find and replace the option directly. അതായത് Control key plus F എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് shortcut keys is used to go to find a replace option directly. എന്താണ്? Shortcut keys is used to go to find a replace the option directly ആണ്. അപ്പോൾ നമ്മൾ ആ ബോക്സ് നോക്കി Control key plus F എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? find a text in a document. ഡോക്യുമെന്റ് ടെക്സ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? find a replace option directly ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? ഫോൾസ് ആണ്. അവിടെ എന്ത് ചെയ്യുക? F എന്ന് മൂന്നാമത്തെ നേർക്കത്തിൽ എഴുതുക, F എന്ന് എഴുതുക കേട്ടോ. മൂന്നാമത്തെ ആൻസർ നേർക്കത്തിൽ എഴുതുക, F എന്ന് എഴുതുക. ആ ബോക്സ് എന്ന് പറഞ്ഞത് ഷോർട്ട് കട്ട് കീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഷോർട്ട് കട്ട് കീസും നിങ്ങൾ ഒന്ന് ജസ്റ്റ് അതിന് വേണ്ടിയിട്ടാണ് നോക്കി വെക്കുക കേട്ടോ. അടുത്ത, ടു സെലക്ട് എ വേർഡ് ട്രിപ്പിൾ ക്ലിക്ക് ദ വേർഡ് അല്ലേ? നമ്മൾ പഠിച്ചോ? നമ്മൾ ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പിൾ ക്ലിക്ക് എന്നാണ് പഠിച്ചത്? അല്ല, 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അവിടെ കൊടുത്തേക്ക് ടു സെലക്ട് എ വേർഡ് ട്രിപ്പിൾ ക്ലിക്ക് ദ വേർഡ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഫോൾസ് എന്ന് കൊടുക്കുക. നാലാമത്തെ ആൻസർ എന്താണ്? ഫോൾസ് ആണ്. ആൻസർ ടെക്സ്റ്റ് വായിക്കുന്നവർക്ക് അറിയാം അല്ലെ? എന്താണ്? സെലക്ട് എ വേർഡ് ഡബിൾ ക്ലിക്ക് ദ വേർഡ്. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ആൻസർ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ഫോൾസ് എന്ന് കൊടുക്കുക. അടുത്തൊക്കെ, click undo the button from the quick press toolbar to undo the previous action. എന്തിനു വേണ്ടിയാണ്? quick access toolbar to undo the previous action. നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ക്ലിക്ക് അൺഡു നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ? ക്ലിക്ക് അൺഡു ബട്ടൺ എന്തിനു വേണ്ടിയിട്ടാണ്? ക്വിക്ക് ആക്സസ് എ ടൂൾബാർ ടു അൺഡു ദ പ്രീവിയസ് ആക്ഷൻ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ആൻസർ ശരിയാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? ട്രൂ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? എല്ലാവരും ട്രൂ എന്ന് എഴുതുക. അപ്പൊ നമ്മള് റൈറ്റ് ട്രൂ ഫോൾസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഫോൾസ് ആണ്, രണ്ടാമത്തെ ട്രൂ ആണ്, 3ഉം 4ഉം എന്താണ്? ഫോൾസ് ആണ്, 5 എന്നുള്ളത് ട്രൂ ആണ് കേട്ടോ. നെക്സ്റ്റ് നോക്കി, മാച്ച് ദ ഫോളോവിംഗ് ആണ്. അപ്പൊ അതെല്ലാവരും ഹോംവർക്ക് ആയിട്ട് മാച്ച് ചെയ്ത് ടീച്ചർ അയക്കണം കേട്ടോ. അതായത് നമ്മൾ എന്തുകൊണ്ട് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ആ ബോക്സിൽ കിടപ്പുണ്ട്, ഷോർട്ട് കട്ട് കീസിൽ കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും കറക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്ത് ടീച്ചറിന് ഹോംവർക്ക് ആയിട്ട് അയക്കണം. നമ്മുടെ എക്സാം പോർഷൻ എന്ന് പറയുന്നത് ടീച്ചർ എവിടെ വരെയാണോ ക്ലാസ് എടുത്ത് നിർത്തിയിരിക്കുന്ന ആ ഒരു പോർഷൻ, അതായത് എന്താണ്? ക്ലോസിംഗ് ഡോക്യുമെന്റ് വരെയാണ്. ക്ലോസിംഗ് ഡോക്യുമെന്റ് വരെയാണ് ടീച്ചർ പഠിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ആ ഒരു പോർഷൻ വരെ ഉള്ളൂ നമുക്ക് എക്സാമിന്. പിന്നെ ടെക്സ്റ്റ് വർക്കിൽ ടീച്ചർ ചെയ്യിപ്പിച്ച ടെക്സ്റ്റ് വർക്ക് മാത്രം എല്ലാവരും പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് എക്സാമിനായിട്ട് കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? എല്ലാവരും ആ പോർഷൻസ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ടീച്ചർ തന്നിരിക്കുന്ന നോട്ട്സും അതുപോലെ ടെക്സ്റ്റ് വർക്കുകളും
നന്നായിട്ട് പഠിക്കുക. പിന്നെ ഷോർട്ട് കേസ് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.